സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കുന്ന അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് അനുബന്ധ കാര്യങ്ങളും അത് ഏത് റൂളിലാണ് വരുന്നത്, ആ റൂൾ ഏതാണ് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത്. നോക്കിയേ, അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫില്ലപ്പ് ദ ഗ്യാപ്പ്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. ചൂസിങ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ബിലോ. തന്നിരിക്കുന്ന താഴെ ഓപ്ഷൻസിൽ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഉചിതമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് സെൻറ്റൻസ് ഫില്ലപ്പ് ചെയ്യുക, അതാണ് ചോദ്യം. ദ കപ്പിള് ഡാഷ് എ ബേബി. ദ കപ്പിള് ഡാഷ് എ ബേബി. അഡാപ്റ്റഡ് ഓപ്ഷനിലുണ്ട്, അഡോപ്റ്റഡ് ഓപ്ഷനിലുണ്ട്, അഡപ്റ്റഡ് ഓപ്ഷനിലുണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പം ഇത് കൺഫ്യൂസിങ് വേർഡ്, അതായത് നമ്മുടെ വൊക്കാബുലറി സെക്ഷനിലെ കൺഫ്യൂസിങ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ മീനിങ് നോക്കിയിട്ടാണ് നമ്മൾ ഉത്തരങ്ങൾ എഴുതേണ്ടത്. അപ്പം ദത്തെടുത്തു എന്നർത്ഥം വരുന്ന വാക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്തു. അഡാപ്റ്റ് മീൻസ് നമ്മൾ ഒന്നിനോട് ചേർന്ന് പോവുക, പൊരുത്തപ്പെട്ടു പോവുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അഡോപ്റ്റ് മീൻസ് ദത്തെടുക്കുക. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡപ്റ്റ് ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള പ്രത്യേക കഴിവ്. അപ്പോൾ നമ്മളിവിടെ ഏതാ ഉത്തരമായിട്ട് വരും? നിങ്ങൾ പറഞ്ഞേ. ബി ഓപ്ഷനായിട്ടുള്ള ഏത് വരുന്നു? അഡോപ്റ്റഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ബി ഓപ്ഷനായിട്ടുള്ള അഡോപ്റ്റഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി അഡോപ്റ്റഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്, മറക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഈ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കിയേ. ഏതാ ഒന്നാമത്തെ വാക്ക്? അഡാപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ അഡാപ്റ്റേഷൻ മീൻസ് ഒന്നിനോട് പൊരുത്തപ്പെടുക എന്നൊക്കെ പറയുന്നു, അഡാപ്റ്റ് ചെയ്യുക. അതേപോലെ അഡോപ്റ്റ് എന്ന് പറഞ്ഞ് ദത്തെടുക്കുക. അഡപ്റ്റ് എന്ന് പറഞ്ഞ് ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്. ഒന്ന് നോക്കിയേ, കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചേ. അതിൽ ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ ടു അഡ്ജസ്റ്റ് ഓർ ഫിറ്റ് ടു എ കണ്ടീഷൻ. ടു അഡ്ജസ്റ്റ് ഓർ ഫിറ്റ് ടു എ കണ്ടീഷൻ, ഒരു കണ്ടീഷനോട് പൊരുത്തപ്പെട്ട് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു കാര്യത്തോട് പൊരുത്തപ്പെട്ട് പോകുക. ഞാൻ ഇപ്പം നമ്മൾ പറയില്ല, ഒരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. ഇനി അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ വെൽ സ്കിൽഡ്, അതായത് കഴിവുള്ളത്. ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള പ്രത്യേക കഴിവ്. ഇനി അഡോപ്റ്റ് എന്ന് പറഞ്ഞാലോ, അഡോപ്റ്റ് മീൻസ് ടു ടേക്ക് എ ചൈൽഡ് ഫ്രം ആൻ ഓർഫണേജ്. നമ്മൾ ദത്തെടുക്കുക, ഒരു ഓർഫണേജിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ ദത്തെടുക്കുക എന്ന അർത്ഥത്തിൽ വരുന്നു. അമിയബിൾ എന്ന് പറഞ്ഞാൽ ലവ്ലി, ലവബിൾ. അമിയബിൾ മീൻസ് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി എന്ന അർത്ഥത്തിൽ പറയുന്നു. എന്നാൽ അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി എന്നാണ് കേട്ടോ. അമിക്കബിള്, ഫ്രണ്ട്ലി, 2 വാക്കുകൾ. അമിയബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി. അമിയബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അമിയബിൾ മീൻസ് ലവബിൾ, നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി അമിയബിൾ എന്ന് പറയുന്നു. എന്നാൽ അമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അമിക്കബിൾ മീൻസ് ഫ്രണ്ട്ലി എന്നാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ അമിയബിൾ മീൻസ് ലവബിൾ, അതേപോലെ അമിക്കബിൾ മീൻസ് ഫ്രണ്ട്ലി. ഇപ്പോൾ അമിയബിൾ പേഴ്സൺ അല്ലെങ്കിൽ ലവ്ലി പേഴ്സൺ എന്ന അർത്ഥത്തിൽ പറയുന്നു. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി, സൗഹൃദപരമായിട്ടുള്ളത്. അടുത്ത വാക്കാണ് അഡ്വൈസ്. സ്പെല്ലിംഗ് നോക്കിയേ. ADVICE അഡ്വൈസ് ഉണ്ട്, ADVISE അഡ്വൈസ് ഉണ്ട്. വ്യത്യാസം എന്താ? CE അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം. CE അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം, അതൊരു നൗണാണ്. CE അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം, അതൊരു നൗണായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ ADVISE അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, സ്റ്റുഡൻ്റ് എന്ന് പഠിക്കുക. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SE അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നർത്ഥത്തിൽ പറയും. അപ്പോൾ ഗീവ് അഡ്വൈസ്, നമ്മൾ ഉപദേശങ്ങൾ നൽകുക എന്നർത്ഥത്തിൽ പറയുന്നു. ഇപ്പോൾ 2 വാക്കുകൾ ഒന്ന് പറഞ്ഞേ. അഡാപ്റ്റ് മീൻസ് ഒന്നിനോട് പൊരുത്തപ്പെട്ടു പോവുക. അഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്, അല്ലെങ്കിൽ അഡപ്റ്റ് മീൻസ് എന്തെങ്കിലും ചെയ്യാനുള്ള പ്രത്യേക കഴിവ്. അഡോപ്റ്റ് മീൻസ് ദത്തെടുക്കുക. അതേപോലെ അമിയബിൾ മീൻസ് ലവബിള്, അമിക്കബിൾ മീൻസ് ഫ്രണ്ട്ലി. അതുപോലെ അഡ്വൈസ് മീൻസ് ഒപ്പീനിയൻ, അഭിപ്രായം. അതേപോലെ നൗണാണ്, അതൊരു ഉപദേശം എന്ന അർത്ഥത്തിൽ പറയുന്നു. അതുപോലെ അഡ്വൈസ്, SE അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിക്കുക, അതൊരു വെർബാണ്. അക്സെപ്റ്റ്, അതേപോലെ അക്സെപ്റ്റ് എന്നല്ല, അസെൻഡ് എന്നാണ് കേട്ടോ. അസെൻഡ്, ASCEND, ASCEND. അസെൻഡ് മീൻസ്
അസെന്റ് എന്നാണ്, അക്സെപ്റ്റ് അല്ല, അസെന്റ്. ASCENT. ഓക്കെ, അസെന്റ് മീൻസ് ASCENT. അസെന്റ് മീൻസ് അപ്വേർഡ്, ഉയരുക എന്നാണ് കേട്ടോ. അക്സെപ്റ്റ് അല്ല, അസെന്റ് ആണ്. അസെന്റ് മീൻസ് ഉയരുക എന്നർത്ഥത്തിലും. എന്നാൽ ASSENT അസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ അസെന്റ് ASS എന്ത് ചെയ്യുന്ന അസെന്റ്, ആദ്യത്തെ അസെന്റ് ആണെങ്കിലോ അസെന്റ് മീൻസ് ഉയർച്ച എന്ന അർത്ഥത്തിലും, ASSENT അസെന്റ് എന്ന് പറഞ്ഞാൽ എഗ്രി, സമ്മതിക്കുക. അതുപോലെ ആൾ ടുഗദർ നോക്കിയേ, ചേർത്തെഴുതുന്നു, ALTOGETHER. ആൾ ടുഗദർ മീൻസ് കംപ്ലീറ്റ്ലി, മൊത്തമായിട്ട്. ആൾ ടുഗദർ കംപ്ലീറ്റ്ലി. എന്നാൽ ALL ആൾ ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ, എവരി വൺ. ആൾ ടുഗദർ എവരി വൺ. 2 L എന്ന് കഴിഞ്ഞാൽ എവരി വൺ. ALTOGETHER ആണെങ്കിൽ കംപ്ലീറ്റ്ലി. ഇപ്പോൾ വാക്കുകളെന്ന് പറഞ്ഞേ, അഡാപ്റ്റ്, ഗുഡ് എന്ത് ചെയ്യും, അഡാപ്റ്റ് എന്ത് ചെയ്യുക, പൊരുത്തപ്പെട്ടു പോവുക. അഡപ്റ്റ്, ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുക. അമിയബിൾ എന്ന് പറഞ്ഞാൽ ലവബിള്. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി. അഡ്വൈസ്, അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ, അഭിപ്രായം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉപദേശം. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. അസെന്റ് എന്ന് പറഞ്ഞാൽ ഉയർച്ച. SSENT അസെന്റ് എന്ന് പറഞ്ഞാൽ എഗ്രി. ആൾ ടുഗദർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി. ALL ആൾ ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി വൺ. അതുപോലെ വരുന്ന വാക്കാണ് ഡോസ്. DOSE ഡോസ് എന്ന് പറഞ്ഞാൽ എന്താ, മരുന്നിന്റെ അളവ്. DOSE ഡോസ് എന്ന് പറഞ്ഞാൽ മരുന്നിന്റെ അളവ് എന്നാണ് കേട്ടോ. മരുന്നിന്റെ അളവ് എന്നർത്ഥത്തിൽ പറയുന്നു, അളവ് എന്നർത്ഥത്തിൽ പറയുന്നു. എന്നാ DOSD ഡോസ് എന്ന് പറഞ്ഞാലോ മയക്കം എന്നർത്ഥത്തിൽ പറയുന്നു. DOSD ഡോസ് എന്ന് പറഞ്ഞാൽ മയക്കം എന്നർത്ഥത്തിൽ പറയുന്നു. ഇപ്പൊ DOSE ഡോസ് മരുന്നിന്റെ അളവ്, DOSD ഡോസ് മയക്കം എന്നർത്ഥത്തിൽ പറയുന്നു. അതുപോലെ വരുന്ന മറ്റൊരു വാക്കാണ് ഏതെന്ന് പറയുന്നത്, അൾത്താർ. ALTER അൾത്താറും ഉണ്ട്. AL അൾത്താർ. T എന്ത് ചെയ്യുന്നുണ്ട്, ALTAR അൾത്താറും ഉണ്ട്. ഏതാ, ഈ ആൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്, മാറ്റം. ഈ ആൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. ഈ ആൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, റിലേറ്റഡ് ടു ചർച്ച് എന്നാണ് കേട്ടോ. പള്ളിയുമായി ബന്ധപ്പെട്ടതെന്നാണ്. ആൾട്ടാർ മീൻസ് റിലേറ്റഡ് ടു ചർച്ച് എന്നാണ്. അപ്പൊ അൾത്താര്, ആൾട്ടർ, അൾത്താർ മീൻസ് ആൾട്ടർ, ചേഞ്ച്. അൾത്താർ മീൻസ് റിലേറ്റഡ് ടു ചർച്ച് എന്നർത്ഥത്തിൽ പറയുന്നത്, റിലേറ്റഡ് ടു ചർച്ച്. അതുപോലെ വരുന്ന മറ്റ് ക്വൈറ്റ്, QUIET ക്വൈറ്റും ഉണ്ട്, QUITE ക്വൈറ്റും ഉണ്ട്. വ്യത്യാസം എന്താ, ഈ ക്വൈറ്റ് QUIET ക്വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദം, സൈലന്റ് എന്നർത്ഥത്തിൽ പറയുന്നു. QUITE ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി, മൊത്തമായിട്ട്. അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്ന അർത്ഥത്തിൽ പറയുന്നു. ക്വൈറ്റ്, ക്വൈറ്റ് മറക്കരുത്, ക്വൈറ്റ്, ക്വൈറ്റ്. ഓക്കെ. അതേപോലെ ബെയർ, BEAR ബെയറും ഉണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, BARE ബെയറും ഉണ്ട്. BEAR ബെയർ എന്ന് പറഞ്ഞാൽ കരടി എന്ന അർത്ഥത്തിലും ഉണ്ട്. അതുപോലെ സഹിക്കുക എന്ന അർത്ഥത്തിലുണ്ട്, കരടി അല്ലെങ്കിൽ സഹിക്കുക. BARE ബെയർ എന്ന് പറഞ്ഞാൽ നഗ്നം എന്ന അർത്ഥത്തിൽ പറയുന്നു. BARE ബെയർ നഗ്നം, ബെയർ ഫൂട്ട് എന്നൊക്കെ പറയും. ബെയർ നഗ്നം എന്ന അർത്ഥത്തിൽ പറയുന്നു. ഇനി BOAR ബോറും ഉണ്ട്, BORE ബോറും ഉണ്ട്. ഏതാ, BOAR ബോറും ഉണ്ട്, BORE ഉണ്ട്. BORE ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബോർ, മുഷിയുക എന്നർത്ഥത്തിൽ പറയുന്നു. മുഷിപ്പ്, മുഷിയുക എന്നർത്ഥത്തിൽ പറയുന്നു. അല്ലെങ്കിൽ തുരക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. മുഷിയുക അല്ലെങ്കിൽ തുരക്കുക. ബോർവെല്ല്, കുഴൽ കിണർ, തുരക്കുന്നു. ഇനി BOAR ബോർ എന്ന് പറഞ്ഞാൽ കരടി പന്നി, കാട്ടുപന്നി എന്ന അർത്ഥത്തിൽ പറയുന്നു. പന്നി നമ്മളെ പിഗ്, ബോറ്, ആൺ കാട്ടുപന്നിക്ക് പറയുന്ന പേരാണ് BOAR ബോർ എന്ന് പറയുന്നത്. ഇതെല്ലാം കൺഫ്യൂസിങ് വേർഡ്സ് ആണ്, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.